ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു നൊസ്റ്റാൾജിക് സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചക്കക്കുരു മിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ പേര് ഇതാണോ എന്ന് എനിക്കറിയത്തില്ല. വേറെ എന്തെങ്കിലും പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. മിഠായി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം, ഇടിയപ്പം, പത്തിരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ശേഷം നമുക്കിതിലേക്ക് 1 നുള്ളളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ബട്ടർ എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബട്ടറിന് പകരം നെയ്യോ ഓയിലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചിട്ടെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് ഒഴിച്ചിട്ട് നല്ല സ്മൂത്താക്കി നമുക്കങ്ങ് കുഴച്ചിട്ടെടുക്കാം. ഈ പൊടിക്ക് അനുസരിച്ചിട്ട് പാലിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം കേട്ടോ. അതായത് പൊടിയുടെ വറവിൻ്റെ അനുസരിച്ചിട്ട് പാല് കൂടുതലോ കുറവോ വേണ്ടി വരും. അതുകൊണ്ട് ആദ്യം തന്നെ ഒരുപാട് എടുത്തൊഴിക്കേണ്ട. കുറച്ച് ഒഴിച്ചിട്ട് സ്മൂത്താക്കി കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. നല്ല സോഫ്റ്റാക്കി കുഴച്ചിട്ടെടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് പാലെടുത്തെങ്കിലും എനിക്കൊരു 1 ടേബിൾ സ്പൂണോളം പാല് അധികം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാ ഇതുപോലെ സോഫ്റ്റ് ആയിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടുള്ളത്. ഇനി നമുക്കിത് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. നമ്മുടെ ചക്കക്കുരു മിഠായിയുടെ ആ ഒരു ഷേപ്പിൽ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ആക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കട്ടെ. അപ്പോൾ അതെല്ലാതും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ടൊരു കടായിൽ കുറച്ച് ഓയിലൊന്ന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 തവണയായിട്ട് ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. കൂടുതൽ എണ്ണയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളും ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഹൈ ഫ്ലെയിമിലൊന്നും വെക്കരുത് കേട്ടോ. പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് വരും, പക്ഷേ ഉള്ളു വേഗത്തില്ല. ഉള്ളു വേഗാതിരുന്ന് കഴിഞ്ഞ് നമ്മളിത് ശർക്കര പാനിക്കകത്ത് ഇടുമ്പോഴത്തേക്ക് അതിന് ഒരു ക്രിസ്പിനെസ് കിട്ടത്തില്ല കേട്ടോ. സോഫ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതുപോലെ തന്നെ ഇത് ഇട്ടിട്ട് അപ്പം തന്നെ ഇളക്കാനൊന്നും നിൽക്കരുത് കേട്ടോ. ഒരിത്തിരി നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഇത് നല്ല ക്രിസ്പി ആവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു കടായിലേക്ക് 1/2 കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 നുള്ളളവിൽ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് പാനിയാക്കിയിട്ട് എടുക്കാം. ഒറ്റനൂൽ പരുവൊന്നും ആവണ്ട. ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ. അതിലേക്ക് കുറച്ച് ശർക്കരപ്പാനി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന കണക്ക് നമ്മളിങ്ങനെ കൂട്ടിയെടുക്കുമ്പം കൂട്ടി യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പിന്നീട് താമസിക്കരുത്, അപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ആ ഒരു ശർക്കരപ്പാനി ഇതിനകത്ത് നന്നായിട്ട് കോട്ടാവണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ശർക്കരപ്പാനിയൊക്കെ ഇപ്പം നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് വേണം മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതല്ലാതെ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂട് മാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഞാനൊന്ന് പൊട്ടിച്ചും കൂടി കാണിക്കുന്നുണ്ട്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഞാനൊന്ന് ചവച്ചും കൂടി കാണിക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എത്രത്തോളം ക്രിസ്പിയാണെന്ന്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ഒരു പഴയ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. 90s കിഡ്സിനൊക്കെ ഇത് ഫേവറേറ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.